ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ പറശ്ശിനിക്കടവിലേക്ക് യാത്ര ചെയ്യുകയാണ്. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു പറശ്ശിനിക്കടവ് പോകണം, അവിടെ തൊഴണം. എനിക്ക് കൊട്ടിയൂർ പോകുന്നത് പോലെ തന്നെ ഇവിടെയും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ തോന്നി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകുന്നത് എന്താ വെച്ചാൽ എനിക്ക് അമ്പലത്തിൽ കയറി തൊഴണം എന്നുള്ള വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിന് മെല്ലെ പോകുമെന്ന് പറയുന്നുണ്ട്. കാരണം കുറച്ച് ആൾ കൂടിയ കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ബൈക്ക് വന്നപ്പോൾ വഴി മാറിക്കൊടുത്തിട്ടോ. ദേ നമ്മൾ ആരാണ് അത് നിൽക്കുന്നത്, വെള്ള കളർ നല്ല ഭംഗിയിലാണ്. അപ്പം ഉള്ളിലേക്ക് ഞാൻ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. എനിക്ക് എങ്ങനെയാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അവിടെ മമ്പയറും തേങ്ങാപ്പൂളും ഉണ്ടായിരുന്നു, കൊത്തെന്നൊക്കെ പറയത്തില്ല, അത് ഉണ്ടായിരുന്നു. അതും ചായ ഉണ്ട് കേട്ടോ. ഞാൻ പാൽച്ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. പക്ഷെ മമ്പയർ ഞാൻ കഴിച്ചു. അത് കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും നമ്മൾ ക്യൂ ആയിട്ട് പോകണം. അങ്ങനെ സാമ്പാറല്ല എന്ന് തോന്നുന്നു, ഇത് എന്താ മത്തൻ്റെ കറിയാന്ന് തോന്നുന്നുണ്ട്. അതും മോര് കറി ഉണ്ടായിരുന്നു. ഞാൻ മോര് കൂട്ടാത്തതുകൊണ്ട് അത് രണ്ടുമാണ് കഴിച്ചത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വേറെ ഒരു അമ്പലത്തിൽ കൂടി കയറാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറി എനിക്കവിടെ പേരിപ്പോൾ ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ. അവിടെ ഒരു ശിവൻ്റെ എന്തോ ഒരു ഇതുണ്ട് അവിടെ. അപ്പോൾ ദേ അവിടെ കാണുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഞാനത് അതേപടി വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അപ്പോൾ അത് വല്ലാണ്ട് ഇതായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കാലിട്ടിങ്ങനെ നിൽക്കുകയാണ് ആ കുളത്തിൽ. അപ്പോൾ വേഗം വിളിക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തു കേട്ടോ. നല്ല മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങി, വലിയ തുള്ളികൾ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് നല്ല വിളിക്കുന്നുണ്ട്, കയറി വാ എന്ന്. കാരണം അച്ഛനൊക്കെ മഴ തന്നെയാണ്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. കുളത്തിൽ കയറി മീനിലേക്ക് പോകണം. നല്ല മഴയാണ്. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ രാത്രി നല്ല ലേറ്റായിട്ട് ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുമ്പം തന്നെ ബ്ലോഗും കാര്യങ്ങളും വല്ലാണ്ടില്ലായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.